സന്തോഷമുള്ള സമയത്തും പ്രാരാബ്ധമുള്ള സമയത്തും കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെലവ് ചെയ്യേണ്ട മേഖലകളിലൊക്കെ നന്നായി ചെലവ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ സത്യത്തിൽ അവരുടെ കയ്യിൽ വലിയ പ്രാരാബ്ധമാണ്. എന്നാലും എങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതിരിക്കാം എന്ന നിലക്ക് എല്ലാ നല്ല മേഖലകളിലും സത്യത്തിൽ കയ്യിൽ വളരെയധികം പ്രാരാബ്ധമാണ്, കഷ്ടപ്പാടാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുമ്പോ ചോദിക്കാൻ അർഹതയുള്ള ആളാണ്. എല്ലാവർക്കും ചോദ്യത്തിന് അർഹതയില്ല. ചില ആളുകൾക്ക് ചോദ്യത്തിന് പെർമിഷൻ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാം അങ്ങനെ പെർമിറ്റ് എല്ലാവർക്കും ഓൾറെഡി കൊടുത്തിട്ടില്ല. വ്യക്തികൾക്ക് ചില ആളുകൾക്ക് ഇങ്ങനെ ചോദിച്ച് നടക്കാനുള്ള അവകാശം ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിധം ആളുകൾക്ക് അവനവന്റെ കാര്യത്തിന് വേണ്ടി ജനങ്ങളോട് അവരെ കൊണ്ട് സ്വന്തം കഴിയില്ലെങ്കിൽ യാചന നടത്താം. അത്തരത്തിലുള്ള യാചകന്മാരെ കാണുമ്പോ ആട്ടിയോടിക്കരുത്, നിരുത്സാഹപ്പെടുത്തരുത്. കഴിവിന്റെ പരമാവധി എന്തെങ്കിലും കൊടുത്തേക്കണം. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ കഴിയൂല. ചിലർക്ക് കൊടുക്കാൻ കഴിയുന്നത് 500 ആകും, ചിലർക്ക് കൊടുക്കാൻ കഴിയുന്നത് 100 ആകും, ചിലർക്ക് കൊടുക്കാൻ കഴിയുന്നത് 10 ആകും, ചിലർക്ക് കൊടുക്കാൻ കഴിയുന്നത് 5 ആകും. ഓരോരുത്തരെ കഴിവനുസരിച്ചുള്ള കൊടുതിയില്ലേ, ആ കൊടുതി കൊടുത്തേക്കണം. ആരാണ് അവകാശമുള്ള 3 വിഭാഗം ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം എത്ര ജോലി ചെയ്താലും ദാരിദ്ര്യം തീരാത്തവനാണ്, കഷ്ടപ്പാട് തീരുന്നില്ല, വലിയ ദാരിദ്ര്യത്തിലാണ് അവന്റെ ജീവിതം, അവനും അവന്റെ കുടുംബവും. അവനെ ഒന്ന് കരകയറ്റേണ്ടതില്ലേ, ഒന്ന് സഹായിക്കേണ്ടതില്ലേ, എന്തെങ്കിലും കൊടുത്തേക്കണം. ഓരോ വർഷം കഴിയുമ്പോഴും കുടുംബത്തിന്റെ പ്രാരാബ്ദം കൊണ്ട് മേൽക്കുമേൽ ബാധ്യതകൾ കൂടിക്കൂടി വരുന്നവനാണ്. ഇരുത്തിക്കളയുന്ന ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം കൊണ്ട് ചിലപ്പോഴൊക്കെ നാട് വിട്ടാലോ എന്നവന് തോന്നിപ്പോകാറുണ്ട്. കുടുംബത്തിന്റെ ചെലവും മറ്റു ചെലവുകളും ആലോചിച്ച് സുബ്ഹാനല്ലാഹ് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. അവരെ ഒരിക്കലും ആ വഴിയിലേക്ക് കൊണ്ടുപോകാതെ നല്ല സഹായങ്ങൾ അവർക്ക് കൊടുക്കണം. ഔ മറലിൻ മുഫന്നിദിൻ, സ്വന്തം സ്വത്ത് മുഴുവനും നക്കി തുടച്ചു തീർക്കുന്ന വിധം കലശലായ രോഗം ബാധിച്ച രോഗിയാണ്. ആ രോഗിക്ക് യാചനക്ക് അവകാശമുണ്ട്, ചോദിച്ചാലോ കൊടുക്കേണ്ടതും ഉണ്ട്. നല്ല ആരോഗ്യമുള്ള ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചു. ജോലിയൊക്കെ എടുക്കാൻ നല്ല ആരോഗ്യമുള്ള ആളാണ്, നല്ല ചെറുപ്പക്കാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ യാചനക്ക് വരാൻ പാടില്ല, നിങ്ങൾക്ക് നല്ല ജോലി എടുത്ത് ജീവിക്കാൻ നല്ല കഴിവ് അല്ലാഹു തന്നിട്ടുണ്ട്. ജോലി എടുത്താൽ നല്ല ഐശ്വര്യം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജോലി എടുക്കണം. വെറുതെ എങ്ങനെ യാചനക്ക് പോയാൽ പറ്റും? കഴിയാത്ത ആളല്ലേ രോഗി. രോഗിക്ക് ജോലി എടുക്കാൻ കഴിയോ? കഴിയില്ല. അയാൾക്കൊരു കല്ല് വെക്കാൻ പോലും കഴിയില്ല, ഒന്ന് നടക്കാൻ പോലും കഴിയില്ല. ആ രോഗമാണ്, ചെറിയ രോഗമൊന്നുമല്ല. വേദനിച്ചും ചെറിയ രോഗം വന്നാലും ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, വലിയ കഷ്ടപ്പാടുണ്ടാകും. രോഗം ചെറുതാണ്, കാഴ്ചയിലൊന്നുമില്ല, പക്ഷേ അതിന്റെ ക്ഷീണം വലുതാണ്. സഹോദരങ്ങളെ കാണാനൊന്നുമില്ല, അയാളെ കണ്ടിട്ട് ആരോഗ്യമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഊരവേദന കൊണ്ട് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി എടുക്കണമെങ്കിൽ ആ വേദന മാറണ്ടേ? ട്രീറ്റ്മെന്റ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ കാണിച്ചു. ഡോക്ടർമാർ ഓരോ തരം അവരുടെ അറിവനുസരിച്ചുള്ള ഓരോ മരുന്നുകളും മറ്റും നിർദ്ദേശിച്ചു. ആശ്വാസം കിട്ടുന്നു, പിന്നെയും കൂടി വരുന്നു, പിന്നെയും കാണിക്കുന്നു. ഇങ്ങനെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ മനുഷ്യൻ, രോഗമായിട്ട് അയാളെ കയ്യിലുള്ളതും അയാളെ ഭാര്യയുടെയും മറ്റൊക്കെ പണ്ടൊക്കെ വിറ്റു ചികിത്സക്ക് വേണ്ടി ഇനി ആകെ കിടക്കുന്ന കിടപ്പാടം മാത്രം. അങ്ങനത്തെ രോഗി എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ കഴിവിന്റെ പരമാവധി കൊടുത്തേക്കണം. നിരുത്സാഹപ്പെടുത്തി വിടാൻ പാടില്ല. നമ്മളെപ്പോലത്തൊരു ശരീരല്ലേ അത്. ആ ശരീരത്തിനും വേണ്ട ആരോഗ്യം, അയാൾക്കും വേണ്ട ജീവിക്കാം, അയാൾക്കും വേണ്ട സമൂഹത്തിൽ ഒരു അന്തസ്സോടെ ജീവിക്കാം. ആ മനുഷ്യന് വേണ്ടി കൊടുത്തേക്കണം. റോട്ടിലൊക്കെ നിങ്ങൾ കണ്ടില്ല, അനൗൺസ്മെന്റ് ചെയ്തിട്ട് എത്രയോ രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കണം. ആരാകട്ടെ, അവിടെ പിന്നെ ഒന്നും നോട്ടല്ല, ഒരു മനുഷ്യൻ എന്നാണ്.
അവിടെ മുസ്ലിമാണോ അല്ലേ ഒന്നും പരിഗണനല്ല, മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എല്ലാവർക്കും കൊടുത്തേക്കും. നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ, കുടുംബക്കുള്ള ആളല്ലേ, ലോകം മാറണം, നമ്മളെ വക ഒരു സഹായം കൊടുത്തേക്കും. ആരോഗ്യമുള്ള സ്വഹാബി വന്നിട്ട് എന്തെങ്കിലും തരുമെന്ന് വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ജോലി എടുക്കാൻ കഴിയുമെന്ന് വെച്ചു. ജോലി എടുക്കാൻ കഴിയും നബിയെ? നിങ്ങളെ വീട്ടിൽ എന്താ ഉള്ളത്? ഉപകരണം വാങ്ങാൻ പറ്റി എന്തെങ്കിലും വിൽക്കാൻ പറ്റിയുണ്ടോന്ന് വെച്ചു. പോരെ പോയി നോക്കി വന്നിട്ട് ആ സ്വഹാബി പറഞ്ഞു നബിയെ ആകെ ഒരു കമ്പിളിപ്പൊതപ്പാണ്. കമ്പിളിപ്പൊതപ്പ് പറഞ്ഞാൽ അറിയില്ലേ? അറിയും. ഈ ഭാഗത്തേക്ക് കൂടുതൽ അറിയും. തണുപ്പിങ്ങനെ ഒരു വല്ലതും പുതക്കാന് നല്ല കട്ടിയുള്ള മേൽഭാഗത്ത് ഇങ്ങനെ സ്വിഞ്ച് പോലെ കുത്തുന്ന പൊതുപ്പ് ആ കമ്പിളിപ്പൊതുപ്പ് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു കരിമ്പട ഉള്ളത്, വേറെ ഒന്നുമില്ല. വേറെ ഒരു വസ്തുവും ജനങ്ങളെ മുന്നിൽ കാണിച്ചു കൊടുത്തൊരു വില പറയുന്ന പറയാൻ പറ്റിയ ഒന്നുമില്ല. ആ പുതപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാങ്ങിയിട്ട് സദസ്യരോട് ചോദിച്ചു ആരാണ് ഒരു വില തരിക? അപ്പൊ ഒരു സ്വഹാബി പറഞ്ഞു ഒരു ദിർഹം തരാം. തങ്ങൾ ചോദിച്ചു മൈ യസീദു, ആരാ കൂടുതൽ തരിക? ഇതിനാണ് ലേലം എന്ന് പറയുന്നത്, ആരാ കൂടുതൽ തരിക? അപ്പൊ വേറെ സ്വഹാബി ഒരു 2 ദിർഹം തരാന്ന് പറഞ്ഞു. അങ്ങനല്ലേ നമ്മൾ കൂടുതൽ തരാ തരാന്ന് വെക്കൂലേ? 2 ദിർഹം തരാന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുതപ്പ് കൊടുത്ത് 2 ദിർഹം കൊണ്ട് വാങ്ങി. നേരത്തെ യാചനക്ക് വന്ന ആ ചെറുപ്പക്കാരനായ സ്വഹാബിയോട് പറഞ്ഞു നിങ്ങൾ അങ്ങാടിയിൽ പോയി മദീന മാർക്കറ്റിൽ പോയി നല്ലൊരു മഴ വാങ്ങി വരാം. നിങ്ങൾ മഴ വാങ്ങി വരുമ്പോഴേക്ക് ഞാൻ അതിനുള്ള തായ് കൂർപ്പിച്ച് റെഡിയാക്കി നല്ല രൂപത്തിലാക്കി വെക്കാം. ആരാണ് തായ് ഉണ്ടാക്കി വെക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി. തായ് ഉണ്ടാക്കാൻ അറിയാം. എന്ത് തായ്? കാശ് കൊടുത്തു അങ്ങനെ നമുക്കറിയുള്ളൂ. അതൊക്കെ ഒരു സുന്നത്തായ കർമ്മയിൽ അതൊക്കെ പഠിക്കലേ. സഹോദരിമാര് പഴയ കാലത്തൊക്കെ ഒരുപാട് കൈത്തൊഴിൽ പഠിച്ചിരുന്നു. ഉമ്മമാര് പഠിക്കണം. കൊട്ടയുണ്ടാക്കുന്നത്, മുറണ്ടാക്കുന്നത്, നല്ല പായുണ്ടാക്കുന്നത്. എന്തൊരു ലാഭമായിരുന്നു അതുകൊണ്ട്. അതിനാണ് കുടിൽ വ്യവസായം എന്നറിയാം. അല്ല പപ്പടം മാത്രമല്ല കുടിൽ വ്യവസായം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കുടിൽ വ്യവസായം തന്നെയാണ്. ഇതൊക്കെ ഉണ്ടാക്കാം ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നത്. അതിന് സാമഗ്രികൾ പുരുഷന്മാര് വാങ്ങിക്കൊടുത്ത് സ്ത്രീകൾ അവിടെ നിന്ന് ഉണ്ടാക്കിയാൽ ഒരു 10 കൊട്ട നല്ലോണം മുടഞ്ഞ് എന്തൊരു ഭംഗി ഉണ്ടാവും. അത് കൊണ്ടുവന്ന് വിറ്റാൽ ഉപജീവന മാർഗത്തിന് നല്ല ലാഭമല്ലേ. പായുണ്ടാക്കുന്ന പഴയ കാലത്തൊക്കെ വീടുകളിൽ എത്ര പായുണ്ടാക്കിയിരുന്നു പഴയ കാലത്ത് ഉമ്മമാര്. 2 ആഴ്ച ആകുമ്പോൾ ഒരു 10-15 പായ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കും. ഇപ്പൊ അങ്ങനെയുള്ള പായ എവിടെ തെരഞ്ഞു നടക്കണം സ്വപ്നം കാണാന്. അതില്ല, അപ്പൊക്കെ റെഡിമെയ്ഡാണ് അധികം ഉള്ളത്. നമ്മൾ ആ കടിവൊക്കെ ഒഴിവാക്കിയത് കൊണ്ടാണ്. ആ കടിവൊക്കെ അറിയുന്ന ആൾക്കാർ അത് വികസിപ്പിക്കണം. നല്ല തുന്നൽ അറിയുന്ന സഹോദരിമാര് നല്ലോണം തുന്നി വസ്ത്രങ്ങളൊക്കെ നെയ്ത് അടിച്ചു കൊടുക്കും. അതൊക്കെ ഒരു കഴിവാണ്. ആ കഴിവ് അല്ലാഹു തആല തന്നതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ സ്വഹാബി മഴ വാങ്ങി വന്നപ്പോ തങ്ങള് ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കാൻ, ഒരു മഴ ഇങ്ങനെ മഴയിലേക്ക് ലെവലാക്കിയിട്ട് റെഡിയാക്കാൻ. ആ മഴ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഈ കാലതിൽ ഫിറ്റ് ആക്കിയിട്ട് തങ്ങൾ കൊടുത്തുതാ കാട്ടിൽ പോയിക്കൊള്ളുന്നു. കാട്ടിൽ പോയി നല്ല വിറക് വെട്ടിക്കോളൂ. എന്നിട്ട് മദീന മാർക്കറ്റിൽ വന്നിട്ട് വിറക് വിൽപ്പന നടത്തിക്കോളൂ. നല്ല ജോലിയല്ലേ? എന്താ കുഴപ്പമുള്ളത്? ആ സ്വഹാബി കാട്ടിലേക്ക് പോയി നല്ല വിറക് വെട്ടിയിട്ട് മദീന മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തി. നല്ല ലാഭം കിട്ടി. വീട്ടിലേക്കുള്ള ആവശ്യ വസ്തുക്കളൊക്കെ വാങ്ങി. കാശ് മിച്ചം വന്നപ്പോ ഈ പണിക്ക് എനിക്ക് വലിയ ഉപകാരം ചെയ്തു തന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. മഴ വാങ്ങാൻ എന്നെ സഹായിച്ചതും അതിൽ തായിട്ട് തന്നതും തങ്ങളല്ലേ. അതുകൊണ്ടൊരു കൊട്ടക്കാരക്ക വാങ്ങിയിട്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ നല്ല പണി കിട്ടി. നല്ല വിറക് വെട്ടിയിട്ട് ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി. ലാഭം കിട്ടിയപ്പോ ലാഭത്തിന്റെ മിച്ചത്തിന് ഒരു കൊട്ടക്കാരക്ക വാങ്ങി വന്നതാണ്. അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത് ലാ തഹില്ലുൽ മസ്അലതു ഇല്ലാ ലിസലാത്ത്. 3 വിഭാഗം ആളുകൾക്കല്ലാതെ യാചന പറ്റുകയില്ല. ഒന്ന് ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടിയ മനുഷ്യൻ, മറ്റൊന്ന് രോഗം കൊണ്ട് വല്ലാതെ കലശലായ രോഗം കൊണ്ട് സമ്പത്ത് ഇങ്ങനെ തീർന്നുപോയി ബുദ്ധിമുട്ടുന്ന മനുഷ്യൻ, മൂന്നാമത്തെ ആള് ഔ ഹറമിൻ വാർദ്ധക്യം കൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന മനുഷ്യൻ. വാർദ്ധക്യം കൊണ്ട് അയാൾക്ക് വല്ലാത്ത വിഷമം വന്നു. സുബ്ഹാനല്ലാഹ്, കുടുംബമുണ്ട് അയാൾക്കും മുന്നോട്ട് ജീവിച്ചു പോകണ്ടേ.
വാർദ്ധക്യം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ പ്രായം കൂടുതലായി എന്ന നിലക്ക് ആ മനുഷ്യനെ സഹായിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ ജോലിയെടുക്കും പോലെ ജോലിയെടുക്കാൻ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്. സ്വന്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കഴിയും, പക്ഷേ ജോലിക്കത് പോരല്ലോ. കുറച്ചുകൂടി പവറുള്ള ആരോഗ്യം വേണമല്ലോ. സഹോദരങ്ങളെ, മുത്തഖീങ്ങൾ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷമുള്ള സമയത്തും അവര് നല്ലോണം ചെലവഴിക്കും, പ്രാരാബ്ദമുള്ള സമയത്തും അവര് ചെലവഴിക്കും. ചെലവഴിക്കുന്നതിന് അവർക്ക് മടിയില്ല. കുടുംബത്തിന് ചെലവഴിക്കുന്നതും അതിൽപ്പെട്ടു, ദീനിന് ചെലവഴിക്കുന്നതും അതിൽപ്പെട്ടു. നന്മയുടെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ അവര് ചെലവഴിക്കും. അവരതിന് മടി കാണിക്കുകയില്ല. ചെലവഴിക്കാത്തവനുണ്ടല്ലോ, അവന്റെ പേരാണ് ബഖീൽ എന്ന്. മുത്തഖീങ്ങളെ പരിധിയിൽ നിന്നവൻ പുറത്താണ്. ധാരാളം ഉണ്ട്, പക്ഷേ കൊടുക്കാനോ അവന് മനസ്സില്ല. ചോദിച്ചു ചെന്നാലോ അവന്റെ പ്രാരാബ്ദങ്ങളാണ് മുന്നിൽ കാണുന്നത്. ചോദിച്ച ആൾക്ക് തോന്നി ഇയാൾക്ക് എന്തെങ്കിലും സംഭാവന കണ്ട് പിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇത്രയും അല്ലാഹുത്താല കൊടുത്തിട്ടും മൂപ്പര് ആവശ്യങ്ങളും പ്രാരാബ്ദങ്ങളോ പറയുന്നത്. അല്ലാഹുത്താല കൊടുത്തതിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്നുള്ളൊരു സമാധാനത്തിന്. അപ്പൊ ഒരാള് എന്തെങ്കിലും ആവശ്യം ചെല്ലുമ്പോ, ഇപ്പൊ ഇവിടെ പിരിവിന്റെ പണി തന്നെ ഫുള്ള് പിരിവന്നെയാണ്, യാതൊരു രക്ഷയില്ല. പിരിവോട് പിരിവാണ്. ഇന്നലെ ഒരാൾ വന്നു, മിനിയാന്ന് ഒരാൾ വന്നു, ഈ രാവിലെ ഒരാൾ വന്നു, ഇപ്പതാ നിങ്ങൾ വന്നു, കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നു. ഒരു മാസം മുഴുവനായിട്ട് വന്ന കണക്ക് മുഴുവനും പറഞ്ഞു കൊടുത്ത കണക്കും. അങ്ങനൊക്കെ കണക്ക് പറഞ്ഞപ്പോ ഇയാൾ വിചാരിച്ചു ഇയാൾ വലിയ ധർമ്മിഷ്ഠനായതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും മനസ്സിലാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇയാൾക്ക് കൊടുന്നു കൊടുക്കണതോ ഇത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അല്ലാഹുത്തആല നൽകിയിട്ട് ഈ വീടും ഗേറ്റും മതിലോ കണ്ടപ്പോ ഇയാൾ വിചാരിച്ചു ഒരു 100 രൂപയെങ്കിലും കുറയാത്ത കിട്ടും. അവസാനം കൊണ്ടുവന്നിട്ട് 10 രൂപ. അപ്പൊ മറ്റേ ആള് വിചാരിച്ചു ചോദിക്കാൻ വന്ന ആൾ ഒരു 10 കൂടി കൂട്ടിയിട്ട് ഇയാൾ കൊടുത്താൽ ഒരു ചായക്കും കടിക്കുള്ള പൈസ പോലും ഇങ്ങോട്ട് കൂട്ടി കൊടുത്താലോ. സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുത്തആല ഇത്രയും വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ തന്നില്ലേ? അപ്പൊ അതിനനുസരിച്ച് പ്രാരാബ്ദങ്ങളും വിഷമങ്ങളൊക്കെ എല്ലാവർക്കും വരും. പക്ഷേ വിഷമാവസ്ഥ തരണം ചെയ്തിട്ടും കൊടുക്കണം. ഒന്നുമില്ലാത്തവർ ഒരു ദിർഹമും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ സംഭാവന കൊടുത്തിട്ടുണ്ട്. ഉള്ളവരോ ധാരാളം കൊടുത്തിട്ടുണ്ട്. ആര് വന്നാലും സംഭാവന കൊടുത്തിരുന്ന മഹാന്മാരുണ്ട്. എത്ര ചോദിച്ചാലും കൊടുക്കാൻ മടിയില്ലാത്തവരുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ചിത്രവും ചെലവഴിച്ചതല്ലയോ? തങ്ങളെ വഫാത്തിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തങ്ങളടുത്ത് വന്നിട്ട് വല്ലതും എനിക്ക് ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടില് ഭക്ഷണമായി കൊടുക്കാൻ അരിയില്ല, പൊടിയില്ല, മറ്റു വസ്തുക്കളൊന്നുമില്ല. നമ്മളെ വീട്ടിൽ എത്ര ആഴ്ചക്കുള്ളതുണ്ട്? അല്ലാഹു തന്ന നിയമത്തൊന്ന് കൂട്ടി നോക്കൂ, എത്ര ദിവസത്തേക്കുള്ളതുണ്ട്? ആ ചോദിച്ചു വന്ന ആൾക്ക് കുറച്ച് പൊടി കൊടുക്കാൻ ആ വീട്ടിലുണ്ടോ? ഇല്ല. എന്നാലും മടക്കി വിട്ടോ? മടക്കി വിട്ടില്ല. അവിടുത്തെ ഒരു പണയെങ്കി ഒരു യഹൂദിയുടെ പക്കൽ പണയം വെച്ച് കുറച്ച് പൊടി വാങ്ങിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തുപോയി. വഫാത്താകുന്ന സമയത്തും സാധുവായ മനുഷ്യന് പൊടി കൊടുത്തതിന്റെ പേരില്, പൊടി വാങ്ങിച്ചു കൊടുത്തതിന്റെ പേരില് അവിടുത്തെ പടയങ്കി പണയത്തിലാ. ആർക്കും കൊടുക്കാതിരുന്നിട്ടില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തെങ്കിലുമൊക്കെ തരുമോ എന്ന് വന്ന് ചോദിച്ചാൽ സ്വന്തത്തിലൊന്നും കൊടുക്കാനില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, സ്വഹാബിമാരിലേക്കൊന്ന് നോക്കുമ്പോഴേക്ക് സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് കഴിവുള്ള ആളുകൾ പെട്ടെന്ന് വന്നിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിക്കും. ഇദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊടുക്കൂ. ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടാലും കണ്ടില്ല എന്ന് നടിച്ചു പോകരുത്. പാവാണ്, കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാണ് വളരെ പച്ച പാവാണ്.
ആ പാവപ്പെട്ട മനുഷ്യനെ കണ്ടിട്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം, വേറെ ആരെങ്കിലും കൊടുത്ത് സലാമത്തായിക്കോളും. ഒന്നും കൊടുക്കണ്ട. പള്ളിവാതിൽക്കൽ മുണ്ടി വിരിച്ചിരിക്കാൻ. എന്താണ് അയാൾക്ക് കിഡ്നിക്ക് രോഗമാണ്, ചികിത്സക്ക് ലക്ഷക്കണക്കിന് വേണം, എല്ലാ എഴുത്തുണ്ട്. വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമല്ല, കാരണം വിശ്വസിക്കാൻ പറ്റിയ എല്ലാ എഴുത്തുണ്ട്. എല്ലാ ഉസ്താദുമാരുടെയും എല്ലാ സാദാത്തുക്കളുടെയും എല്ലാ കമ്മിറ്റിന്റെയും എഴുത്തുണ്ട്. അദ്ദേഹം താമസിക്കുന്ന നാട്ടിലെ പൊതുവിഭാഗത്തിന്റെയും ഉണ്ട്, മഹല്ലിന്റെ ഒക്കെ കത്തുണ്ട്. ഈ സംശയമുണ്ടോ? അപ്പോഴും നമ്മൾ മുഖം തിരിച്ചു പോയാൽ നമ്മൾ ആരാ? മുത്തഖീങ്ങൾ പെടുവോ? ഒന്ന് കൂട്ടി നോക്കി. അത് ശരി, ഇത് ചെറിയ കാര്യം തിരിഞ്ഞോ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി. അപ്പൊ കീശയിൽ എന്തുണ്ട്? കീശയില് ഒരു 50 രൂപ ഉണ്ട്. ജുമാ നിസ്കാരം കഴിഞ്ഞ് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ അങ്ങനെ പോകണം. അന്ന് തൽക്കാലം ജ്യൂസ് വേണ്ട, അവിടെ കൊടുക്കും, അവിടെ കൊടുത്തേക്ക. അന്ന് തൽക്കാലം ഒന്നും വേണ്ട, ആ കൊടുത്തേക്ക്, ആ വിരിച്ചേല് കൊടുത്തേക്ക്. സ്വന്തമല്ലാത്ത കാശും